ചേതൻ, ഗുഡ് മോർണിംഗ്. പി കെ ബുജൈർ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്നാണോ ഇപ്പോൾ അന്വേഷണ സംഘം പറയുന്നത്? ഇയാളുടെ ഫോണിൽ സ്വാഭാവികമായും ഒരുപാട് നിർണായക വിവരങ്ങൾ ഉണ്ടാകാം എന്ന പ്രതീക്ഷയാണല്ലോ അന്വേഷണ സംഘത്തിനുള്ളത്. പക്ഷേ ഫോണിലെ വിവരങ്ങൾ നൽകാൻ ബുജൈർ തയ്യാറാകുന്നുമില്ല. ഈ ഘട്ടത്തിൽ അന്വേഷണ സംഘത്തിന്റെ അടുത്ത നീക്കം എന്താണ് ചേതൻ? മനു, ഗുഡ് മോർണിംഗ്. ഈ പി കെ ഫിറോസിന്റെ സഹോദരൻ പി കെ ബുജൈർ റിമാൻഡിലായ ഈ സംഭവത്തിൽ കേസ് അന്വേഷണം ഇപ്പോൾ ഊർജിതമായി പുരോഗമിക്കുകയാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന ഏറ്റവും പുതിയ വാർത്ത, ഈ പി കെ ഫിറോസിന്റെ സഹോദരൻ ഈ കേസ് അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. ഇയാളുടെ ഫോൺ പാസ്വേഡ്, ഇയാൾ വാഹന പരിശോധന സമയത്ത് ഇയാളെ പിടികൂടുമ്പോൾ ഇയാളുടെ ഫോൺ പോലീസ് കണ്ടെടുത്തിരുന്നു. ഈ ഫോൺ പാസ്വേഡ് ഉപയോഗിച്ച് ലോക്ക് ചെയ്തിരിക്കുകയാണ്. പോലീസ് പലതവണ ആവശ്യപ്പെട്ടിട്ടും ഈ ഫോൺ തുറന്നു കൊടുക്കാൻ ഈ പി കെ ബുജൈർ സമ്മതിക്കുന്നില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ കാര്യം. ഈ ഫോൺ പരിശോധിച്ചാൽ മാത്രമേ അതിനുള്ളിൽ കൂടുതൽ തെളിവുകൾ, ഈ ലഹരി ഇടപാടുമായി സംബന്ധിച്ച കൂടുതൽ തെളിവുകൾ പോലീസിന് ലഭിക്കൂ. ഇത് കാരണമാണ് ഈ ഫോൺ തുറക്കാൻ ഈ പി കെ ബുജൈറിനോട് അന്വേഷണ സംഘം ആവശ്യപ്പെടുന്നത്. പക്ഷേ ഇയാൾ വഴങ്ങുന്നില്ല. സ്വാഭാവികമായും പോലീസ് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാനാണ് തീരുമാനം. ഇയാളെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ ഈ കാര്യം കോടതിയെ ധരിപ്പിക്കുന്നതായിരിക്കും. കോടതിയുടെ അനുമതിയോടുകൂടി സൈബർ സെല്ലിൻ്റെ സഹായത്തോട് ഇയാളുടെ ഫോൺ പരിശോധിക്കാനാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. ഈ ഫോൺ തുറന്നാൽ മാത്രമേ ഇയാൾ ആരൊക്കെയായി ഇടപാട് നടത്തി എന്നുള്ള കാര്യങ്ങളടക്കം കൂടുതൽ തെളിവുകൾ പോലീസിന് ലഭ്യമാകൂ. ഇതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ മനു, കഴിഞ്ഞ ഈ മാസം 2-ാം തീയതിയാണ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത്. ഇയാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഈ ചൂലാംവയലിൽ വെച്ച് വാഹന പരിശോധനയ്ക്കിടെയാണ് ഇയാൾ അറസ്റ്റ് ചെയ്യുന്നത്. പോലീസിന് രഹസ്യ വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാളുടെ വാഹനം പരിശോധിക്കുമ്പോൾ പെട്ടെന്ന് ഇയാൾ അക്രമാസക്തനാവുകയും CPO അജീഷിൻ്റെ കോളർ കയറി പിടിക്കുകയും മുഖത്തടിക്കുകയും നെഞ്ചിൽ ചവിട്ടുകയും ചെയ്ത സംഭവത്തിലാണ് ഇയാൾ ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഡ്യൂട്ടി സമയത്ത് സർക്കാർ ഉദ്യോഗസ്ഥനെ ആക്രമിക്കുകയും അതുപോലെ തന്നെ ഈ പോലീസിൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് തടസ്സം സൃഷ്ടിച്ചതിനാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ കേസുമായി ഇയാൾ പി കെ ബുജൈറിൻ്റെ സഹോദരൻ കൂടിയായ യൂത്ത് ലീഗ് നേതാവായ പി കെ ഫിറോസ് മാധ്യമങ്ങളെ കണ്ടിരുന്നു. പി കെ ഫിറോസ് ഉന്നയിച്ച ആദ്യത്തെ ഈ പ്രതിരോധം എന്നത് തൻ്റെ സഹോദരനെ അറസ്റ്റ് ചെയ്തത് ലഹരി കേസിലല്ല, പോലീസിനെ ആക്രമിച്ച കേസിലാണ് തന്റെ സഹോദരനെ അറസ്റ്റ് ചെയ്തത് എന്നാണ് പി കെ ഫിറോസ് പറഞ്ഞത്. അത് ഒരു പരിധി വരെ പോലീസിന്റെ കണ്ടെത്തൽ അങ്ങനെയാണോ? പോലീസിന്റെ കണ്ടെത്തൽ അങ്ങനെയാണോ? ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ പറയുന്നത് പോലെ പോലീസിനെ ആക്രമിച്ച കേസിലായിരിക്കാം. പക്ഷേ അതിനപ്പുറത്തേക്ക് ലഹരി ഇടപാടിൽ കൃത്യമായ പങ്കുണ്ട്. ഈ റിയാസ് എന്ന് പറയുന്ന ലഹരി കടത്തുകാരനുമായി വളരെ അടുത്ത ബന്ധം പി കെ ഫിറോസിന്റെ സഹോദരൻ ബുജൈറിനുണ്ട് എന്ന വളരെ കൃത്യമായ കണ്ടെത്തൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ലേ? അതേ മനു, അതിലേക്കാണ് ഞാൻ വരുന്നത്. അതായത് ഈ FIR പ്രകാരം ഈ BNS 132 പോലീസിനെ ആക്രമിച്ച കേസും കേസിലുമാണ് ഇയാൾ ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്നത്. പക്ഷേ FIRന്റെ പ്രാഥമിക റിപ്പോർട്ട് വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കും എങ്ങനെ പോലീസ് ബുജൈറിലേക്ക് എത്തി. അതൊരു റാൻഡം ചെക്കിംഗ് ആയിരുന്നില്ല മനു. ഈ കേസുമായി ബന്ധപ്പെട്ട് മുമ്പ് ഈ നാർക്കോട്ടിക്സ് കേസിൽപ്പെട്ട ഈ ചൂലാംവയൽ സ്വദേശി റിയാസ് എന്ന വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ഈ റിയാസിനെ ചോദ്യം ചെയ്യുന്നു, റിയാസിൻ്റെ ഫോണുകൾ പരിശോധിക്കുന്നു. ഈ റിയാസിൻ്റെ വാട്സാപ്പ് ചാറ്റ് പരിശോധിച്ചപ്പോഴാണ് പി കെ ബുജൈറിലേക്ക് നടത്തിയ ഈ ലഹരി ഇടപാടിനെ കുറിച്ചുള്ള വിവരം പോലീസിന് ലഭിക്കുന്നത്. അങ്ങനെയാണ് ഈ അന്വേഷണ സംഘം പി കെ ബുജൈറിലേക്ക് എത്തിയത്. അല്ലാതെ ഇതൊരു പി കെ ബുജൈറിനെ വാഹനം പരിശോധിച്ചത് അത് റാൻഡം ചെക്കിംഗ് ആയിരുന്നില്ല. പി കെ റിയാസ് നടത്തിയ കുറ്റസമ്മത മൊഴിയിൽ നിന്നാണ് പി കെ ബുജൈറിലേക്ക് എത്തിയത്. പക്ഷേ ഈ വാഹന പരിശോധനയ്ക്കിടെ ഈ ലഹരി പൊതിയാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളൊക്കെ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ലഹരി വസ്തുക്കളൊന്നും പോലീസ് കണ്ടെത്തില്ല. ഈ വാഹന പരിശോധനയ്ക്കിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇയാൾ പെട്ടെന്ന് പ്രകോപിതനാവുകയും പോലീസ് ഓഫീസറെ ആക്രമിക്കുന്ന സ്ഥിതിയും ഉണ്ടാവുന്നത്. പക്ഷേ കൃത്യമായി FIR പറയുന്നുണ്ട് ഈ റിയാസിൻ്റെ കുറ്റസമ്മത മൊഴിയിൽ നിന്നാണ് ഈ അന്വേഷണ സംഘം പി കെ ബുജൈറിലേക്ക് എത്തിയത് എന്ന കാര്യം വളരെ വസ്തുനിഷ്ഠാപരമായി പോലീസ് കണ്ടെത്തുന്നുണ്ട്. ഇനി പോലീസ് കണ്ടുപിടിക്കാനുള്ളത് ഈ കേസുമായി ബന്ധപ്പെട്ട് ആരൊക്കെ ലഹരി ഇടപാട് നടത്തിയിട്ടുണ്ട്, ഈ പി കെ ബുജൈർ ആരൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്, മറ്റ് ഈ കേസിൽ കൂടുതൽ പേരിലേക്കും വരും ദിവസങ്ങളിൽ അന്വേഷണം നീളാനുള്ള സാധ്യതയും ഉണ്ട്. ഇതൊക്കെ ചുരുളഴിയണമെങ്കിൽ പ്രധാന കടമ്പ ഈ പി കെ ബുജൈറിൻ്റെ ഫോൺ പരിശോധിക്കണം. ഇയാൾ ആരൊക്കെ ഫോൺ ചെയ്തിട്ടുണ്ട്, ഇയാൾ ആരൊക്കെ വാട്സാപ്പ് ചാറ്റ് ഈ ലഹരി ഇടപാട് നടത്താൻ വേണ്ടി വാട്സാപ്പ് ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ള
കാര്യങ്ങളടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഈ കാര്യത്തിലാണ് ഇയാൾ ഇപ്പോൾ അന്വേഷണ സംഘത്തോട് പൂർണ്ണമായും നിസ്സഹകരിക്കുന്നത്. ഈ തൻ്റെ ഫോൺ തുറക്കാൻ താൻ അനുവദിക്കില്ല എന്നുള്ള നിലപാടിൽ ഇപ്പോഴും അയാൾ ഉറച്ചു നിൽക്കുകയാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് അടുത്ത കടമ്പ എന്ന നിലയിൽ കോടതിയെ സമീപിച്ച് കോടതിയുടെ അനുമതിയോടുകൂടി ഇയാളുടെ മൊബൈൽ ഫോൺ പരിശോധിക്കാൻ അന്വേഷണ സംഘം തയ്യാറെടുത്തിരിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ മറ്റൊരു കാര്യം കൂടി നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. PK ഫിറോസ് പറഞ്ഞ മറ്റൊരു പ്രതിരോധം ഇതാണ്. അതായത് തൻ്റെ സഹോദരൻ്റെ കൂടെ അറസ്റ്റ് ചെയ്യപ്പെട്ട റിയാസ് എന്ന വ്യക്തി അയാൾ യൂത്ത് ലീഗുമായോ യാതൊരു ബന്ധമില്ലാത്ത വ്യക്തിയാണ്. ഇയാൾ CPMൻ്റെ പ്രവർത്തകനാണ്, CPM അനുഭാവിയാണ് എന്നാണ് ഈ PK ഫിറോസ് പറഞ്ഞത്. പക്ഷേ ഇത് പൂർണ്ണമായും തള്ളുകയാണ് കുന്നമംഗലത്തെ പാർട്ടി നേതൃത്വം. നേരത്തെ നമ്മൾ കാണിച്ചതുപോലെ തന്നെ ഈ കേസിൽ സമഗ്ര അന്വേഷണം വേണമെന്നാണ് CPIM ആവശ്യപ്പെടുന്നത്. ഇയാളുടെ സാമ്പത്തിക ഇടപാടുകളൊക്കെ പരിശോധിക്കണമെന്ന് ഉള്ള അടങ്ങുന്ന കാര്യങ്ങളൊക്കെ CPIM ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു കാര്യം കൂടി മനു പറയാം. സംസ്ഥാനത്ത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് യൂത്ത് ലീഗ് ചില ലഹരിക്കെതിരെ ചില ക്യാമ്പയിനുകളൊക്കെ സംഘടിപ്പിച്ചത് മനുവിന് ഓർമ്മയുണ്ടാവും. ഈ PK ഫിറോസ് തന്നെയാണ് അതിന് മുന്നിട്ടിറങ്ങി ക്യാമ്പയിനൊക്കെ നടത്തിയത്. പക്ഷേ ഇന്നലെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് KT ജലീൽ MLA മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹവും ഉന്നയിച്ച പ്രധാന കാര്യം സ്വന്തം വീട്ടിൽ ഇങ്ങനെ ഒരാൾ ലഹരി ഉപയോഗിക്കുന്നത് താങ്കൾ അറിഞ്ഞിട്ടും പോലീസിനെ എന്തുകൊണ്ട് അറിയിച്ചില്ല എന്നതാണ് ഈ PK ഫിറോസിനെതിരായി ഉന്നയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. കാരണം നമ്മൾ ഈ PK ബുജേറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ പിന്നീട് പുറത്തു വന്നപ്പോൾ നമ്മൾ കണ്ടത് ലഹരിയെ പ്രോത്സാഹിപ്പിക്കുന്ന, അയാൾ തന്നെ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമായി പറയുന്ന ഒരുപാട് പോസ്റ്റുകൾ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്നും PK ഫിറോസ് അറിഞ്ഞിരുന്നില്ലേ എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. സ്വന്തം വീട്ടിൽ തന്നെ സ്വന്തം സഹോദരനെ തിരുത്താൻ കഴിയാത്ത ഫിറോസ് എങ്ങനെയാണ് ലഹരിക്കെതിരായ ക്യാമ്പയിൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം വരുന്നുണ്ട്. ചേതൻ, ഓക്കെ, താങ്ക് യു. ഏതായാലും രാവിലെ സമഗ്രമായ വിവരങ്ങൾ പങ്കുവച്ചതിന്.